ഈമു യഥാർത്ഥത്തിൽ ഒരു തത്തയാണ്. കുറച്ച് കാലങ്ങളായി വൺ പീസ് റെഡിറ്റിൽ കടന്ന് കളിക്കുന്ന ഒരു തിയറിയാണിത്. ഈമു ഈസ് എ പാരറ്റ്. ഇത് ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു പൊട്ട തിയറിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള തെളിവുകളും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാൽ അപ്പോഴും നിങ്ങൾക്ക് ഇതൊരു പൊട്ട തിയറിയായിട്ടേ തോന്നുള്ളൂ. സോ ഒന്നാമത്തെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈമുവിൻ്റെ ഷാഡോ ഫോം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ അതൊരു പാരറ്റുമായിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ പീസ് ഒരു പൈററ്റ് സ്റ്റോറിയാണ്. നമ്മളൊരു സാധാരണ പൈററ്റിനെ ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഐ പാച്ച്, ഒരു വുഡൻ ലെഗ്, തോളത്തൊരു തത്ത. ഇനി നിങ്ങൾ ഈ പടം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതിനകത്ത് ജോയ് ബോയിന്റെ തോളത്തിരിക്കുന്ന ഒരു തത്തേനെ പോലെയല്ലേ ഈമുവിനെ കാണാൻ. അതുമാത്രമല്ല, തത്തകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരേ കാര്യം തന്നെ 2 തവണ പറയും. നമ്മൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. റോബ്ലൂച്ചിന്റെ ഫ്രൂട്ടിന്റെ പേര് പൂച്ച പൂച്ച ഫ്രൂട്ട് അഥവാ ദ കാറ്റ് ഫ്രൂട്ട് എന്നാണ്. എല്ലാ ഡെവിൾ ഫ്രൂട്ട്സിനും ഗമു ഗമു, ഫ്ലെയിം ഫ്ലെയിം, കാറ്റ് ഇതുപോലെ തത്ത പറയുന്ന പോലത്തെ പേര് കിട്ടാൻ കാരണം ഈ പേര് കൊടുത്തയാളും ഒരു തത്തയായതുകൊണ്ടായിരിക്കാം. അടുത്തൊരു റീസൺ എന്താന്ന് വെച്ചാൽ ഈമുവിന്റെ ഫ്ലവർ റൂം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ബേർഡിന്റെ കേജ് പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈമുവിന് നെഫറ്റാറി ലിലി, വീവിന്റെ ആൻസസ്റ്ററിനോട് ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ട്. ഈ ഒരു ഇഷ്ടത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഫ്ലവർ കണ്ടോ, ഇതിനെ പാരറ്റ് ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഈ ഫ്ലവറിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതാണ് പ്രിൻസസ് ലിലി. സോ ഇൻ കൺക്ലൂഷൻ, ഈമു സാമ പ്രിൻസസ് ലിലിന്റെയോ ജോയ് ബോയിന്റെയോ ഒരു പെറ്റ് തത്തയായിരുന്നു. പക്ഷെ പിന്നീട് എന്തൊക്കെയോ സംഭവിച്ച് പുള്ളി ഡെവിൾസ് ഫ്രൂട്ട് കഴിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ദ പവർഫുൾ ഈമു സാമയായിട്ട് മാറി. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഇതുപോലെ ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചുറ്റും കാണുന്നത് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കാട് കയറി കുറെ ചിന്തിച്ചാൽ നമുക്ക് ആടിനെ പട്ടിയാക്കാം, ഈമുവിനെ തത്തയാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.